ഹലോ, ഉണ്ട്. ആരാ? ആ, നമസ്കാരം സാർ. ഞാൻ മോഹനേട്ടനെ വിളിക്കാം. മോനേട്ടാ, ഇപ്പൊ വരും സാർ. ആ, എന്ത് വിശേഷം സാർ? ഒന്നുമില്ല, അങ്ങനെയൊക്കെ പോന്നു. മോഹനേട്ടനാ. ഹലോ. ആഹാ, സഹദേവ, എന്തൊക്കെയുണ്ട് വിശേഷം? അതെ, ആരുമായിട്ട്? അതെ. ആ, എന്നിട്ട് എന്തായിരുന്നു സംശയം? ചോദിച്ചോളൂ. എന്റെ സഹദേവ, ഇതുപോലും അറിയില്ലേ? കേരളത്തിലെ ആദ്യത്തെ റവന്യൂ മന്ത്രി KR ഗൗരിയമ്മ ആയിരുന്നു. അതെ. അതിനെന്താ? അയ്യോ, ഇനിയും ഇതുപോലെ എന്തെങ്കിലും സംശയം വിളിച്ചോളൂ. അതെ, ശരി. ഭാമേ, വിളിച്ചത് ആരാണെന്നറിയാമോ? താലൂക്ക് ഓഫീസർ സഹദേവൻ സാറ്. എന്തിനാണ് വിളിച്ചത് എന്നറിയാമോ? ഞാനതൊക്കെ ചോദിക്കുന്ന മോശമല്ലേ എന്റെ മോനേട്ടാ. താലൂക്ക് ഓഫീസിലെ സഹദേവ സാറ് വില്ലേജ് ഓഫീസിലെ മോഹനേഷ് സാറിനെ വിളിക്കുന്നത് എന്തെങ്കിലും റവന്യൂ പ്രശ്നമായിട്ടായിരിക്കുമല്ലോ. പ്രശ്നം റവന്യൂ തന്നെയാണ്, പക്ഷേ അതാപ്പീസ് കാര്യമായിരുന്നില്ല. പിന്നെന്താ? 1957 ആദ്യത്തെ കേരള മന്ത്രിസഭയിലെ റവന്യൂ വകുപ്പ് മന്ത്രി ആരായിരുന്നു എന്ന കാര്യത്തിൽ സഹദേവനും മറ്റൊരാളും തമ്മിൽ തർക്കം മൂത്തപ്പോൾ സംശയം തീർക്കാൻ സഹദേവൻ എന്നെ വിളിച്ചതാണ്. എന്നിട്ട് മോനേട്ട പറഞ്ഞു കൊടുത്തോ? പിന്നെ 1957 EMS സർക്കാരിലെ റവന്യൂ വകുപ്പ് മന്ത്രി KR ഗൗരിയമ്മയായിരുന്നു. ഇപ്പൊ മനസ്സിലായോ K മോഹനേഷ് സാറിന്റെ വില? വലിയ സംശയങ്ങൾ വരുമ്പോൾ താലൂക്ക് ഓഫീസിലെ സഹദേവൻ പോലും എന്നെ വിളിച്ചാണ് സംശയങ്ങൾ തീർക്കുന്നത്. അതിനർത്ഥം എന്താ? എന്താണ്? ഈ താലൂക്കിൽ എന്റെ അത്രയും ലോകവിവരമുള്ള വേറെ ഒരാളുമില്ല എന്നുള്ളതാണ്. എന്താ സംശയം? ശരി, അങ്ങനെയാണെങ്കിലേ ഞാനൊരു സംശയം ചോദിച്ച മോനോട്ട് മറുപടി അറിയോ? പിന്നെന്താ? സൂര്യന് കീഴിലുള്ള ഏത് വിഷയത്തെ കുറിച്ച് നിനക്ക് ചോദിക്കാം. നിന്റെ സംശയം അപ്പോൾ തന്നെ ഞാൻ തീർത്തു തന്നിരിക്കും. അതായത് മോനേട്ടാ, എന്റെ സംശയം എന്താന്ന് വെച്ചാ, ചായ ഉണ്ടാക്കുമ്പോ പാല് തിളച്ചിട്ട് ചായപ്പൊടി ചേർക്കുന്നതാണോ ചായപ്പൊടി ഇട്ട് തിളപ്പിക്കുന്നതാണോ നല്ലത്? മനസ്സിലായില്ല? ഞാൻ പറഞ്ഞുതരാം. പാല് തിളപ്പിച്ചിട്ടല്ലേ നമ്മൾ ഉപയോഗിക്കുന്നത്. പാല് തിളയ്ക്കുന്നതിന് മുന്നേ അതിൽ ചായപ്പൊടി ഇടുന്നതാണോ തിളച്ച പാലിൽ ചായപ്പൊടി ഇടുന്നതാണോ നല്ലത്? ഇതാണോ സംശയം? ഇതെന്തോ ഒരു സംശയല്ലേ? പാലും ചായപ്പൊടിയും ഒക്കെ സൂര്യന് കീഴിലുള്ള ചില സാധനങ്ങളല്ലേ? അപ്പൊ പിന്നെ മോനിട്ടതിന് മറുപടി പറ. അങ്ങനെ ഇതാണോ ഒരു ചോദ്യം? ഒരു ചായ ഉണ്ടാക്കാൻ അറിയത്തില്ല, ഐസാറയിലേക്ക് റോക്കറ്റ് അയക്കുന്നത് എങ്ങനെയാണെന്നറിയാം. ഇതുകൊണ്ട് എന്താ മോനേട്ടാ പ്രയോജനം? വിശക്കുമ്പോ റോക്കറ്റ് പുഴുങ്ങി തിന്നാൻ പറ്റുമോ? ഇല്ലല്ലോ. നിനക്ക് എന്നോട് അസൂയാണ്. നാട്ടുകാരൊക്കെ ഓരോരോ സംശയങ്ങൾ ഉണ്ടാകുമ്പോ എന്നെ വിളിച്ച് ചോദിക്കുമ്പോ നിനക്ക് സഹിക്കുന്നില്ല. ലോക വിവരമില്ലാത്ത നിന്നോട് ആരെന്ത് സംശയം ചോദിക്കാനാ? അയ്യോ, എന്നോട് ആരും ഒരു സംശയം ചോദിക്കണ്ടേ. അല്ലെങ്കിൽ തന്നെ ആളുകളുടെ സംശയം തീർക്കലല്ല മോഹനേട്ട എന്റെ ജോലി. എനിക്ക് ഈ വീട്ടിൽ തന്നെ ഒരുപാട് ജോലിയുണ്ട്. അത് കഴിഞ്ഞു കോടതി ചെല്ലുമ്പോഴോ 40 പണി വേറെയും. ഭാമേ, ഇതൊന്നും ലോകവിവരം ഉണ്ടാകാൻ ഒരു തടസ്സമുള്ള കാര്യമല്ല. അറിവാണ് ഏറ്റവും വലിയ ആയുധം എന്ന് നീ കേട്ടിട്ടില്ലേ? ഉണ്ട്. പക്ഷെ ഇത്ര അറിവുള്ള മോഹനേട്ടന് ഒരു ചായ ഉണ്ടാക്കാൻ പോലും അറിഞ്ഞൂടല്ലോ. ആണോ കാര്യം? തീർച്ചയായിട്ടും. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അടിസ്ഥാനമായ കാര്യമാണ് മോഹനേട്ട വിശപ്പ്. വിശപ്പ് മാറ്റാനായിട്ടല്ലേ മോഹനേട്ട മനുഷ്യൻ ജോലി ചെയ്ത് തുടങ്ങിയത് പോലും.
അപ്പൊ പിന്നെ ഭക്ഷണം ഉണ്ടാക്കാൻ അറിയുന്നതിനെക്കാട്ടിലും വലിയ അറിവ് എന്താ മോഹനേട്ടുള്ളത്? ഭക്ഷണം ഉണ്ടാക്കാൻ എന്തിനാണ് ഭാമ അറിവ്? എങ്കിൽ പിന്നെ മോഹനേട്ടനൊന്നും ഉണ്ടാക്കി കാണിക്ക. ജീവിതത്തിൽ ഇന്ന് വരെ ഒരു ചായ പോലും ഉണ്ടാക്കിയിട്ടില്ലല്ലോ മോഹനേട്ടൻ. ഉണ്ടാ? കൊറേ പുസ്തകം വായിക്കും, പിന്നെ പത്രം വായിക്കും, എന്നിട്ട് ഇതെല്ലാം കാണാതെ പഠിച്ച് ഓർത്ത് വെച്ച് മറ്റുള്ള ആളുകളുടെ ബെക്കിട്ട് കയറും. ഇതൊക്കെ ആർക്ക് വേണേലും പറ്റുന്ന കാര്യമാണ്. പക്ഷെ അടുക്കളയിൽ കയറി വായിക്ക് രുചിയായിട്ട് വല്ലതും ഉണ്ടാക്കണമെങ്കിൽ സാമർത്ഥ്യം വേണം, സാമർത്ഥ്യം. എനിക്കൊന്നും ഉണ്ടാക്കാൻ അറിയില്ല. നിന്നോട് ആരാ പറഞ്ഞ? നിന്നെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഞാൻ എല്ലാം ഉണ്ടാക്കുമായിരുന്നു. കല്യാണം കഴിഞ്ഞതിന് ശേഷം ആണുങ്ങള് അടുക്കള പണി ചെയ്യുന്നത് ശരിയല്ലല്ലോ എന്ന് കണ്ടിട്ടാ ഞാൻ ഒന്നും ചെയ്തത്. ആരോടാ ഈ പറഞ്ഞോണ്ടിരിക്കുന്നത്? മോനോട് ചോറ് വയ്ക്കാൻ പോലും അറിഞ്ഞൂടാ. നീ പറഞ്ഞറിയോ? എനിക്ക് ചോറും കറിയൊക്കെ ഉണ്ടാക്കാൻ അറിയാം. എന്ത് കറി? എന്ത് കറി വേണമെങ്കിലും. എങ്കിലും ഒന്നും കാണുമല്ലോ. മോഹനേട്ടൻ രുചിയുള്ള ഒരു കറി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ പിന്നെ മോഹനേട്ടൻ പറയുന്ന എല്ലാം അനുസരിക്കും. എന്ത് കറി ഉണ്ടാക്കണ്ടേ? ഞാൻ വൈകിട്ട് ഓഫീസിൽ നിന്ന് വരുമ്പോ അത് ഉണ്ടാക്കിയിട്ട് ബാക്കി കാര്യം. അയ്യടാ, എന്ത് കറിയാന്ന് ഞാനിപ്പൊ പറയില്ല. പറഞ്ഞിട്ടുണ്ട് മോഹനേട്ടൻ എങ്ങനെയെങ്കിലും അത് മാത്രം പഠിച്ച് കഷ്ടപ്പെട്ടുണ്ടാക്കി കളയൂലോ. ആ പരിപാടി വേണ്ട. ഒരു കാര്യം ചെയ്യാം, എന്ത് കറിയാണോ ഉണ്ടാക്കേണ്ടത് അതിനുള്ള സാധനങ്ങൾ ഞാനിവിടെ വാങ്ങി വെക്കും. വൈകിട്ട് മോഹനേട്ടൻ വന്നു കഴിയുമ്പോ കറിയുടെ പേര് ഞാനങ്ങ് പറയും. അപ്പം മോഹനേട്ടൻ എനിക്ക് അത് ഉണ്ടാക്കി തരണം. അത് ശരിയാവില്ല. അതെന്താണ് ശരിയാവാത്തത്? എല്ലാ സാധനവും ഉണ്ടാക്കാൻ അറിയാമെന്നല്ലേ പറഞ്ഞത്, പിന്നെന്താ? ഞാനിതാ വാക്ക് പറയുന്നു, വൈകിട്ട് ഞാൻ പറയുന്ന കറി രുചിയായിട്ട്, നല്ല രുചിയായിട്ട് ഉണ്ടാക്കിയ പിന്നെ മോഹനേട്ടൻ പറയുന്ന എന്ത് ഞാൻ കേൾക്കും. ഫോണടിക്കും, ചെന്ന് എടുക്കുന്നില്ലേ? എനിക്ക് സൗകര്യമില്ല, നീ എടുത്താ മതി. ഹലോ, ആ വിദ്യ, ഇതെന്താ നീ രാവിലെ? എന്തുപറ്റി? അതെയോ? അത് സാരമില്ല, കേസൊന്ന് അവധിക്ക് വെച്ചാ പോരെ, അതിലെന്താ ഇത്ര പ്രയാസം? ഓ ശരി. ഇല്ലില്ല, മോഹനയുടെ പോകാൻ സമയമായില്ല. കൃത്യം 9:38 സാർ ഇവിടുന്ന് ഇറങ്ങുള്ളൂ. അതെ, ഒരു സംഭവം ഉണ്ടായിന്ന്. മോഹനേട്ടൻ പറഞ്ഞു മോഹനേട്ടന് ചോറും കറി എല്ലാം ഉണ്ടാക്കാൻ അറിയാം. അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും ഒരു കറി ഉണ്ടാക്കാനായിട്ട് ഞാൻ വെല്ലുവിളിച്ചു. ഇന്ന് വൈകിട്ട് ആഫീസിൽ നിന്ന് വരുമ്പോ ഉണ്ടാക്കി കാണിക്കാന്ന് പറഞ്ഞിരിക്കും മോഹനേട്ടൻ. അയ്യടാ, എന്താ ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ ഏതേലും ഹോട്ടലിലെ കുക്കിന്റെ കാല് പിടിച്ചിട്ടായാലും മോഹനേട്ടൻ അത് പഠിച്ചു കളയും. അതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്താ വേണ്ടതെന്ന് വൈകിട്ട് പറയാന്ന്. എന്താന്നോ, ഒരു മിനിറ്റ് ഞാൻ നോക്കട്ടെ. ഞാൻ എന്താ പറയാൻ പോകുന്നത് നിനക്കറിയാമോ? വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാൻ. മോഹനേട്ടനെ വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടി എന്ന് പറഞ്ഞ ജീവനാ. അപ്പൊ അത് തന്നെ ഉണ്ടാക്കട്ടെ. അതെ, ഉത്തം വന്നിട്ടുണ്ട്, ഞാൻ നിന്നെ പിന്നെ വിളിച്ചോളാം. ശരി. അപ്പൊ അതാണ് നിന്റെ മനസ്സിലിരിപ്പ്, വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടി. നമസ്കാരം ഡോക്കിലെ. ഇത് നമ്മുടെ ഭാർഗവൻ ചേട്ടൻ തന്നു വിട്ടതാണ്. രാവിലെ തന്നെ വക്കീലിന്റെ കയ്യിൽ ഏൽപ്പിക്കണമെന്നും പറഞ്ഞു. ഓ, അതെന്തായാലും നന്നായി. ഭാർഗവൻ ചേട്ടന്റെ കേസ് നാളെ വാദം തുടങ്ങ. സാർ അകത്തില്ല, എങ്ങോട്ട് പോയി? അകത്തുണ്ട്. വലിയ വായി വർത്താനം പറഞ്ഞ് സാറൊരു വലിയ അബദ്ധത്തിൽ ചാടിയിരിക്കുക ഉത്തമ. ഇത്തവണ സാറിന്റെ കാര്യത്തിലൊരു തീരുമാനമാവും. എന്ത് കാര്യം? അതൊക്കെ കണ്ടറിയേണ്ട കാര്യമാ. സംഭവം നേരിട്ട് കാണണമെങ്കിൽ വൈകിട്ട് ഒരു 6 മണിയാകുമ്പോഴേക്കും ഉത്തമനിങ് വന്നാ മതി. അത് കാര്യം 6 മണി വരെ? ഒക്കെ വൈകിട്ട് പറയാം ഉത്തമ. അതുവരെ കാര്യം സസ്പെൻസ്. എന്തോ സംഭവം ഉണ്ട്. സാർ ഇവിടെ കാണുമെന്ന് എനിക്ക് അറിയായിരുന്നു. എന്താണ് സാറേ വക്കീലിന്റെ സംസാരത്തിലൊരു ദുസ്സൂചന? അവള് വലിയ ബുദ്ധിമതിയാണെന്നാണ് അവളുടെ ധാരണ. പക്ഷേ അവൾക്കൊരിക്കലും കെ മോഹനകൃഷ്ണ സാറിനെ തോൽപ്പിക്കാൻ പറ്റില്ല. എന്താണ് സാറേ പ്രശ്നം? ഉത്തമ, എനിക്ക് ലോകകാര്യങ്ങളിലൊക്കെ ഭയങ്കരമായ വിവരമുള്ള കാര്യം ഉത്തമൻ അറിയാലോ. പിന്നല്ലാതെ. ആ ഒരൊറ്റ കാര്യത്തിന്റെ പേരിൽ ഈ നാട്ടുകാർക്കൊക്കെ
എന്നെ വലിയ ബഹുമാനമാണെന്നുള്ള കാര്യവും എനിക്കറിയാം. അതിനെന്തോന്ന് സാറ് സംശയം? എനിക്ക് വരെ സാറിന് ഭയങ്കര ബഹുമാനമല്ലേ? അങ്ങനെയല്ല, എനിക്കും സാറിന് ഭയങ്കര ബഹുമാനമാണ്. പക്ഷേ ഭാമ പറയുന്നത് ലോകവിവരം ഉണ്ടാവുന്നതിനേക്കാൾ വലിയ കാര്യമാണ് അടുക്കളയിൽ കയറി വല്ലതും കഴിക്കാനുണ്ടാക്കുന്നത് എന്നാണ്. സാറേ, ഈ അടുക്കളയിൽ കയറി എന്തെങ്കിലും ഉണ്ടാക്കുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണല്ലോ. അല്ല സാറേ, ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാ, നമുക്കിപ്പോ എത്ര ലോക വിവരം ഉണ്ടെങ്കിലും നമുക്ക് വിശക്കുമല്ലോ. വിശക്കുമ്പോ കഴിക്കാൻ എന്തെങ്കിലും വേണമല്ലോ. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഭാമ പറയുന്നത് പുസ്തകവും പത്രവും വായിച്ച് കാണാതെ പഠിച്ച് വലിയ വർത്താനം പറയാൻ ആർക്കും പറ്റും. പക്ഷേ അടുക്കളയിൽ കയറി എന്തെങ്കിലും രുചികൾ ഉണ്ടാക്കണമെങ്കിൽ വലിയ കഴിവുണ്ടെന്നാണ്. അവരുടെ വെല്ലുവിളി കേട്ട് സഹി കേട്ടപ്പോ ഞാൻ പറഞ്ഞു, എന്തുകൊണ്ടുണ്ടാക്കാൻ എനിക്കറിയാം. പണ്ട് ഞാൻ എല്ലാം പാചകം ചെയ്ത് തന്നെയാണ് കഴിച്ചോണ്ടിരുന്നതെന്നും ഇപ്പൊ ഒന്നും ചെയ്യാത്തതാണെന്നും. എന്നിട്ട് അപ്പൊ അവള് പറയാ, ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അടുക്കളയിൽ കയറി എന്തെങ്കിലും രുചിയായി ഉണ്ടായി കാണിച്ചാൽ ഞാൻ പറഞ്ഞ എന്തോള് ചെയ്യുന്നു. അപ്പൊ സാറെന്തോന്ന് പറഞ്ഞേ? ഞാൻ പറഞ്ഞു, നീ പറയുന്നത് എന്തുണ്ടാക്കാം. ഭാമ എന്തെങ്കിലും പറയുകയാണെങ്കിൽ ആരോടെങ്കിലും ചോദിച്ചു പഠിച്ചിട്ട് വൈകിട്ട് വന്നുണ്ടാക്കുന്നതാണ് കരുതിയത്. പക്ഷെ ഇപ്പൊ ഭാമ പറയാ, അത് നടക്കില്ല. വൈകിട്ട് വന്നിട്ടേ ഉണ്ടാക്കേണ്ടത് എന്താണ് എന്ന് എന്നോട് പറയുന്ന. അയ്യോ, അത് പ്രശ്നമാവുമല്ലോ സാറേ. നിന്ന നിപ്പിൽ വല്ല ചിക്കൻ മുകളായി ഉണ്ടാക്കാൻ പറഞ്ഞ സാർ എന്തോന്ന് ചെയ്യും? ചിക്കൻ മുകളായി ഈ സുലൈമാനിക്കടെ ഹോട്ടലിൽ കിട്ടും സാറേ. പക്ഷേ ഉത്തമ, ഞാൻ ആരാ മോൻ? ഭാമ ഇക്കാര്യം വിദ്യാലക്ഷ്മിയുടെ ഫോണിൽ സംസാരിക്കുന്നത് ഞാൻ ഒളിഞ്ഞെന്ന് കേട്ടു. അവൾ എന്നെ കൊണ്ടുണ്ടാക്കിക്കാൻ പോകുന്നത് വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടി. ഓ, അതെന്തോന്ന് വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടി? അത് സിമ്പിൾ അല്ലേ സാറേ? ഉത്തമനറിയാമോ വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടി? അല്ല, ഇത് അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാ എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ ഇതിനങ്ങനെ പറഞ്ഞത്? അതല്ല, ഇപ്പൊ സംഭവം വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടി ആണല്ലോ. അപ്പൊ പിന്നെ സ്വാഭാവികമായിട്ട് സംഭവം സിമ്പിൾ ആയിരിക്കുമല്ലോ. ഈ വൈകുന്നേരത്തിന് മുമ്പ് വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടി ഉണ്ടാക്കുന്ന പഠിച്ചേ പറ്റൂ. ഉത്തമൻ ആരെങ്കിലും വിളിച്ച് ചോദിച്ച് പഠിച്ചിട്ട് എന്നെ പഠിപ്പിക്കണം. അയ്യോ, അതിപ്പോ ഞാനിപ്പോ ആരുടെ അടുത്ത് ചോദിക്കാൻ? സാറൊരു കാര്യം ചെയ്യും, ആഫീസിൽ കാഞ്ചന സാറിന്റെ അടുത്ത് പ്രഭ സാറിന്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാമല്ലോ. ഞാനെങ്ങനെ അവരോടൊക്കെ ചോദിക്കുന്നത്? സാറ് നേരിട്ട് ചോദിക്കണ്ട, ഏതെങ്കിലും ഒരു വളഞ്ഞ വഴി കൂടെ ചോദിച്ചാൽ മതി. എന്റെ സാർ, ഒരു പെണ്ണിനോട് ചോദിച്ച് പാചകവിധി പഠിക്കാനാണോ പാട്? ആ വഴി തന്നെയാണ് ബെസ്റ്റ്. എന്നാലും സാർ ഒന്ന് ശ്രമിച്ചു നോക്ക്. നടന്നില്ല എന്നുണ്ടെങ്കിൽ സാർ എന്നെ വിളിച്ചാൽ മതി. നമുക്ക് എന്തെങ്കിലുമൊക്കെ വഴി കാണാം. ഇപ്പൊ എനിക്ക് തീരെ നിൽക്കാൻ സമയമില്ല സാറേ. കൃഷി ഓഫീസിലെ ഗോവിന്ദൻകുട്ടി സാറിന് അത്യാവശ്യമായിട്ടൊന്ന് കാണണം. അത് മതി, ഓഫീസിൽ ചോദിച്ചാൽ സാർ അവര് പറഞ്ഞു തരും. ഹലോ, അതെ, കാഞ്ചനയാ. ശശികലയോ? എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നീ എന്ന് വിളിച്ചിട്ട് എത്ര ദിവസമായി? അതെങ്ങനെയാ, എനിക്ക് നേരം കിട്ടണ്ടേ. രാവിലെ വീട്ടുജോലി മുഴുവൻ തീർത്ത് സമയത്തിന് ആഫീസിലെത്തുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് മാത്രമേ അറിയൂ. കുടുംബവും ഉദ്യോഗവും കൂടെ ഒന്നിച്ചു കൊണ്ടുപോകുന്ന പെണ്ണുങ്ങളുടെ പാടെ നിനക്ക് മനസ്സിലാവില്ല. നിനക്ക് സുഖമായി വീട്ടുജോലിയും ചെയ്തിരുന്നാ പോരെ? കെട്ടിയൻ ആവശ്യം പോലെ സമ്പാദിക്കുന്നുണ്ട്, പിന്നെ എന്ത് വേണം? പ്രഹ്ലാദേട്ടന് സുഖം തന്നെയാ. അല്ലെങ്കിൽ തന്നെ ആണുങ്ങൾക്ക് എന്താ ഒരു കുറവ്? രാവിലെ എഴുന്നേറ്റ് പത്രവും വായിച്ച് ചായയും കുടിച്ച് വയറ് നിറച്ച് വല്ലതും കഴിച്ച് ആഫീസിൽ പോയാ മതി. വൈകിട്ട് തോന്നുമ്പോ വരും. അപ്പോഴും കഴിക്കാനുള്ളത് റെഡി ആയിരിക്കണമല്ലോ. ഏയ്, വഴക്കൊന്നുമില്ല. അഥവാ പ്രഹ്ലാദൻ ചേട്ടൻ വഴക്കുണ്ടാക്കിയാൽ അത് പരിഹരിക്കാനുള്ള വഴിയൊക്കെ എനിക്കറിയാം. ഭർത്താവിന്റെ ഹൃദയത്തിലേക്കുള്ള വഴിയെ ആമാശയത്തിലൂടെയാണെന്നാണല്ലോ പ്രമാണം. ഞാൻ നല്ല രുചിയായിട്ട് വല്ലതും വച്ചുണ്ടാക്കും. പ്രഹ്ലാദൻ ചേട്ടന്റെ പിണക്കമൊക്കെ അതോടെ തീരും. ഞാൻ പിന്നെ വിളിക്കേ. നമസ്കാരം സർ. സ്വയം പ്രഭയും ശിശുപാലനും ഇവിടെ?
സ്വയംപ്രഭയുടെ താലൂക്ക് ഓഫീസിൽ പോയിട്ട് വന്നാ മതി എന്ന് ഇന്നലെ സാറ് പറഞ്ഞായിരുന്നു. ആ ശിശുപാലൻ ശിശുപാലൻ ചേട്ടൻ ഒരു ചായ കുടിക്കാൻ ഇപ്പൊ പുറത്തോട്ട് ഇറങ്ങിയതേ ഉള്ളൂ. ഈ കാഞ്ചനയ്ക്ക് നന്നായിട്ട് പാചകം ചെയ്യാൻ അറിയാം. അറിയാം സർ. ഈ വെണ്ടയ്ക്ക മെഴുക്ക് വരട്ടി ഉണ്ടാക്കുന്ന വെണ്ടയ്ക്ക മെഴുക്ക് വരട്ടി ഉണ്ടാക്കുന്നത് അറിയാം. അതും അറിയാം സർ. അതിനെന്താ സർ പ്രയാസം? നിസ്സാര കാര്യമല്ലേ. അങ്ങനെയാണെങ്കിൽ ആദ്യം മുതൽ അത് എങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് പറയൂ. അതിപ്പോ ആദ്യം വെണ്ടയ്ക്ക് ചെറുതായി അരിഞ്ഞ് കഷ്ണങ്ങളാക്കുക. എന്നിട്ട് അതിലേക്ക് നമസ്കാരം സർ, ഞാനൊരു ചായ കുടിക്കാൻ പോയതായിരുന്നു. ആപ്പി സമയത്ത് സ്ഥിരമായി ചായ കുടിക്കുന്ന ഈ സ്വഭാവം നല്ലതിനല്ല. ഒരു ചീനച്ചട്ടി എടുത്ത് അടുപ്പിൽ വെച്ച് അതിൽ പാകത്തിന് എണ്ണ ഒഴിക്കണം. എന്തിന്? ഒന്നുമില്ല, ഞാൻ കാഞ്ചനയുമായി വേറൊരു കാര്യം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശിശുപാലൻ ജോലി നോക്ക്. ഈ വെണ്ടയ്ക്ക് മെഴുക്കുവരട്ടിയുടെ കാര്യം ശിശുപാലനത് പറയാൻ പാടില്ല. എന്താ കാഞ്ചന സാറേ എണ്ണ ചൂടാക്കുന്ന കാര്യമൊക്കെ പറയുന്ന കേട്ടല്ലോ. സാർ എന്നോട് ചോദിച്ചു വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന്. ഞാനത് പറഞ്ഞു കൊടുക്കാൻ തുടങ്ങിയപ്പോഴാ ശിശുപാലൻ ചേട്ടൻ കയറി വന്നത്. വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് സാർ അറിയുന്ന എന്തിനാ? അതാ എനിക്ക് മനസ്സിലാകാത്തത്. എന്തോ കാര്യമുണ്ട്. ശിശുപാലൻ ചേട്ടനോട് സംഭവം പറയരുതെന്നും പറഞ്ഞു. ഓഹോ, വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി ഉണ്ടാക്കുന്നതിൽ രഹസ്യോ? സർ, സാറെന്തിനാ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി ഉണ്ടാക്കുന്ന കാര്യം ചോദിച്ചേ? അങ്ങനെ വലിയ കാര്യമൊന്നുമില്ല, എന്നാലും വെറുതെ ഓരോ കാര്യങ്ങൾ അറിയുന്നത് നല്ലതിനല്ലേ. വക്കീലിനോട് ചോദിച്ചാ പറഞ്ഞു തരില്ലേ? അല്ല, എല്ലാവരും എല്ലാ സാധനവും ഒരുപോലെയല്ലേ ഉണ്ടാക്കുന്നത്. ഭാമ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയാം. അതുപോലെ തന്നെയാണോ കാഞ്ചനയും മെഴുക്കുവരട്ടി ഉണ്ടാക്കുന്നത് എന്നറിയാൻ വേണ്ടി ചോദിച്ചതാ. സർ, ദാ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി ഉണ്ടാക്കുന്ന രീതി ഇതിൽ എഴുതിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞെന്ന ശിശുപാലൻ ചേട്ടൻ കേട്ടാലോ, അതാ എഴുതിക്കൊണ്ടുവന്നത്. നന്നായി. ഈ കാര്യം സ്വയംപ്രഭയോട് പറയണ്ട. പറയില്ലേ സർ? കാഞ്ഞാമിക്കോളൂ. വലിയ സന്തോഷം. വെണ്ടയ്ക്ക നന്നായി കഴുകിയെടുക്കുക. ഓ ഹലോ. ഉത്തമ ഞാനാ. എന്തായി സാറേ? വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി ഉണ്ടാക്കുന്ന വിധമൊക്കെ പിടികിട്ടി. പക്ഷെ അത് എന്നെ കൊണ്ടാവും തോന്നില്ല. അതിനിങ്ങനെ പാടാ. ഇനിയിപ്പോ എന്താ ഉത്തമ ചെയ്യുക? സാർ ഒന്നും കൊണ്ടും പേടിക്കണ്ട. ഈ പ്രശ്നേ ഞാൻ പരിഹരിച്ചു തരാം. എങ്ങനെ? അതൊക്കെ ഞാൻ ഏറ്റു സാറേ. പിന്നെ വൈകുന്നേരം സാർ ആഫീസിൽ നിന്ന് തിരിച്ചു വരുമ്പോ ഞാൻ വഴിയിൽ എവിടെയെങ്കിലും കാണും. അവിടെ വെച്ച് സാറിന്റെ പ്രശ്നം ഞാൻ പുല്ലുപോലെ തീർത്തു തരും. അതുപോലെ എങ്ങനെയാണെന്ന് പറയത്തുമാ? എല്ലാം പറഞ്ഞുതരാം സാറേ. സാറ് വൈകുന്നേരം വരെ ഒന്ന് ക്ഷമിക്ക്. ശശി, ഇത്ര പെട്ടെന്ന് നിങ്ങൾ വന്നോ? കിട്ടിയല്ലോ? കിട്ടി വെക്കില്ല. ഇതാ ഇത് എത്രയുണ്ട്? 1/2 കിലോ. വക്കീല് വിളിച്ചു പറഞ്ഞ പോലെ തന്നെ പൈസ വക്കീല് തരുമെന്ന് ശിവരാമനോട് പറഞ്ഞിട്ടുണ്ട്. ഇതെന്താ വക്കീല് പെട്ടെന്ന് വെണ്ടയ്ക്ക മാത്രമായിട്ട് ഇത്ര വലിയ അത്യാവശ്യം? മോഹനേട്ടന് വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി എന്ന് പറഞ്ഞ ഭയങ്കര ഇഷ്ടാ. ഞാൻ എന്നും ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. ഇന്ന് അത്താഴത്തിന് മെഴുക്കുവരട്ടി ഉണ്ടാക്കാൻ നോക്കിയപ്പോ ഒരൊറ്റ വെണ്ടയ്ക്ക പോലും ഇല്ല. അതുകൊണ്ട് ഞാൻ ശശിയെ വിളിച്ച് പറഞ്ഞത്. അപ്പൊ ശരി വക്കീലെ. ശരി മോഹനേട്ടാ, ഇന്ന്
ഈ വെണ്ടയ്ക്ക കൊണ്ട് മോഹനേട്ടനെ കൊണ്ട് ഇക്ഷ എണ്ണ ഇത്ര ഞാൻ വരപ്പിക്കും. നോക്കൂ. നമസ്കാരം സാറേ. സാറൊന്ന് താമസിച്ച ഞാൻ എത്ര നേരം കൊണ്ടിവിടെ നിൽക്കുന്നത്? അങ്ങനെ നേരത്തെ ഇവിടെ വന്ന് നിൽക്കാൻ ഞാൻ ഉത്തമനോട് പറഞ്ഞു ഇല്ലല്ലോ. ഉത്തമൻ കാത്തു നിൽക്കുകയാണെന്ന് കരുതി എനിക്ക് നേരത്തെ ആഫീസിൽ നിന്ന് ഇറങ്ങാനും പറ്റില്ല. സാറേ ഞാൻ ഇവിടെ എന്നത് എന്റെ കാര്യത്തിന് വേണ്ടിയിട്ടൊന്നും അല്ല. സാറിന്റെ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി പ്രശ്നം തീർക്കാനാണ്. എങ്ങനെയാ ഉത്തമൻ പ്രശ്നം തീർക്കാൻ പോകുന്നത്? കാഞ്ചന ഒരു കടലാസിൽ വിശദമായിട്ടല്ല എഴുതി തന്നിട്ടുണ്ട്. പക്ഷേ അതൊന്നും ഞാൻ വിചാരിച്ച നടക്കുന്ന കാര്യമില്ല ഉത്തമ. വെറുതെ വെണ്ടയ്ക്ക് വെട്ടിയിട്ടുണ്ടെങ്കിൽ പോരല്ലോ, രുചി വേണ്ടേ? സാറ് ധൈര്യമായിട്ടിരിക്കേ. ഇന്ന് വക്കീല് കഴിക്കാൻ പോകുന്ന വെണ്ടയ്ക്ക മെഴുക്ക് വരട്ടി ഈ ജീവിതത്തില് വക്കീല് കഴിച്ചിട്ടുള്ള ഏറ്റവും രുചിയുള്ള മെഴുക്ക് വരട്ടിയായിരിക്കും. ഉത്തമന്റെ ആളെ കളിയാക്കാണോ? സാറേ ഞാൻ കാര്യം പറഞ്ഞതാണ്. ഇത് കണ്ടോ? കണ്ട എന്താ? വെണ്ടയ്ക്ക മെഴുക്ക് വരട്ടി. നമ്മുടെ വിജയന്റെ ഹോട്ടലിൽ കിട്ടുന്ന വെണ്ടയ്ക്ക മെഴുക്ക് വരട്ടിയുടെ സ്വാദിനെ പറ്റി ഈ നാട്ടിലുള്ള സകല ആൾക്കാർക്കും അറിയാം. പലരും വിജയന്റെ കടയിൽ വന്ന് വെണ്ടയ്ക്ക മെഴുക്ക് വരട്ടി മാത്രം വാങ്ങിച്ചുകൊണ്ട് വീട്ടിൽ കൊണ്ടുപോയി ചോറിന്റെ കൂടെ കഴിക്കാറുണ്ട്. എങ്ങനെയുണ്ട്? അല്ല പക്ഷെ അങ്ങനെ വാങ്ങിച്ചിട്ട് പോയാൽ പോരല്ലോ, ഞാൻ തന്നെ ഉണ്ടാക്കണമെന്നാണല്ലോ വ്യവസ്ഥ. സാറ് പേടിക്കാതിരി, എല്ലാം ഞാൻ പറഞ്ഞുതരാം. സാറ് വീട്ടിൽ ചെല്ലുമ്പോ വക്കീല് പറയും വെണ്ടയ്ക്ക മെഴുക്ക് വരട്ടിയാണ് ഉണ്ടാക്കേണ്ടത് എന്ന്. അപ്പൊ സാറ് പറയണം സമ്മതിച്ചു, വെണ്ടയ്ക്ക എവിടെ ഇരിപ്പുണ്ട് എന്ന്. അപ്പൊ വക്കീല് വെണ്ടയ്ക്കൊക്കെ നേരത്തെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടാവും. അങ്ങനെ സാറ് നേരെ അടുക്കളയിലേക്ക് ചെല്ലുന്നു. നിക്ക്. അപ്പോ വക്കീല് കൂടെ വരും. ഈ ബാഗ് സാറ് കയ്യിൽ തന്നെ സൂക്ഷിച്ചു വെച്ചോണം. അടുക്കളയിൽ ചെന്നാൽ ആദ്യം ചെയ്യേണ്ടത് വെണ്ടയ്ക്ക കഴുകി ചെറുതായിട്ട് അരിയുക എന്നുള്ളതാണ്. അതിപ്പോ ഏത് കഴുതയ്ക്കും പറ്റും. അല്ല അതിപ്പോ ആർക്കും പറ്റുമല്ലോ. അതിനിപ്പോ പ്രത്യേകിച്ച് പാചകമൊന്നും പഠിക്കണ്ട. അങ്ങനെ സാറ് വെണ്ടയ്ക്ക അരിഞ്ഞുകൊണ്ടിരിക്കുമ്പോ വെറുതെ വഴക്കുണ്ടാക്കി എപ്പോഴത്തെയും പോലെ വക്കീലിനെ ഓടിച്ചങ്ങ് വിടണം. അതായത് നീ ഇവിടെ നിന്നാൽ എനിക്ക് പാചകമൊന്നും വരില്ല ഭാമേ എന്ന് സാറ് പറഞ്ഞാ മതി. വക്കീല് പോയി കഴിയുമ്പോ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടക്കയെ എവിടെയെങ്കിലും എടുത്തുകൊണ്ടുപോയി കളയണം. ആ വെണ്ടക്കയുടെ പൊട്ടുപൊടിയൊക്കെ അവിടെ കിടന്നോട്ട്, ബാക്കി അരിഞ്ഞതെല്ലാം കളഞ്ഞേക്കണം. പിന്നെ ചില പാത്രങ്ങളുടെ ശബ്ദം, ടാപ്പ് തുറന്ന് വെള്ളം വീഴുന്ന ഗുളു ശബ്ദം, അങ്ങനെ ഒരു സാധനം ഉണ്ടാക്കുന്നതിന്റെ അന്തരീക്ഷം സാറ് സൃഷ്ടിച്ചെടുക്കണം. ഒരു 15 മിനിറ്റ് കഴിയുമ്പോ ഈ പൊതി ഈ ബാഗിൽ നിന്ന് എടുത്തിട്ട് ഈ വെണ്ടയ്ക്ക മെഴുക്ക് വരട്ടി ചീനച്ചട്ടിയിലേക്ക് ഇടുന്നു. എന്നിട്ട് ഈ സ്പൂൺ എടുത്ത് 1-2 വട്ടം ഇളക്കണം. എന്നിട്ട് സാർ അവിടെ ഒന്നൊരു വിളി, അപ്പൊ വക്കീല് വരും. അപ്പൊ സാറ് പറയണം വെണ്ടയ്ക്ക മെഴുക്ക് വരട്ടി റെഡി, എടുത്ത് രുചിച്ച് നോക്കൂ എന്ന്. സാറേ ഒരു കഷ്ണം വെണ്ടയ്ക്ക വായിൽ വെക്കുമ്പോ തന്നെ വക്കീലും ഞെട്ടും. ഞാൻ പറഞ്ഞല്ലോ ഇതുപോലൊരു മെഴുക്ക് വരട്ടി വക്കീല് ജീവിതത്തിൽ കഴിച്ചു കാണൂല. സാറേ എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? ബുദ്ധിയാക്കോ ഇത്രയും ബുദ്ധി ഒന്ന് കണ്ടാ പറയാ. അതാണ് സാറേ ഉത്തമൻ, കാണും പോലെ അല്ല ആള്. പിന്നെ സാറേ വിജയന്റെ കടയിൽ നിന്ന് ₹40 കൊടുത്താണ് ഈ വെണ്ടയ്ക്ക മെഴുക്ക് വരട്ടി വാങ്ങിച്ചത്. ആ പൈസ സാറ് തരണം. 40 രൂപ വാങ്ങുന്ന പിന്നെ വല്ല 10-12 രൂപ വാങ്ങിയ പോരായിരുന്നു. എന്റെ സാറേ അഭിമാനം കാക്കുന്നതിന് വേണ്ടി ഒരു കാര്യം ചെയ്യുമ്പോ ഇങ്ങനെ പിശുക്ക് കാണിക്കരുത്. കഷ്ടം. ഇതിന്റെ 40 രൂപ സാർ തന്നില്ലെങ്കിൽ കുഴപ്പമില്ല. ഈ 40 രൂപ ഞാൻ സഹിച്ച് എന്റെ ഈ സഹായം ഓർമ്മിച്ചോണ്ടാ മതി. നല്ല ഓർമ്മയുണ്ട്. ശരി പുതുവൻ മേടിക്കണ്ട. ശരി വണ്ടി എടുത്തു മാറിക്കോളൂ. ദിനേശ നില്ലടേ, വണ്ടി മാറ്റി തരാം. ഓക്കെ പോയോ.
5 മിനിറ്റ് താമസിച്ചോന്നൊരു സംശയം. എവിടെയായിരുന്നു? അത് ഞാൻ വരുന്ന വഴി 1-2 പേരോട് സംസാരിച്ചോണ്ടിരിക്കായിരുന്നു. അതെന്താണ് പതിവില്ലാത്തൊരു സംസാരം? പാചകം പഠിക്കൊന്നും ആയിരുന്നില്ലല്ലോ അല്ലേ? പാചകം പഠിക്കാനോ? അല്ല, ഓഫീസിന്ന് വന്നാലുടനെ അടുക്കളക്കറി മലമറിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ രാവിലെ. പഠിക്കായിരുന്നോ? എനിക്ക് അങ്ങനെ പാചകം പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. അല്ലെങ്കിൽ തന്നെ എന്താ ഉണ്ടാക്കേണ്ടതെന്ന് ഇപ്പൊ പറയാനല്ലേ പറഞ്ഞത്. പിന്നെ എങ്ങനെ പഠിക്കുന്നത്? അതിനെയോ? അപ്പൊ എങ്ങനെയാ പാചകം? ഇപ്പൊ തന്നെ തുടങ്ങുകയാണോ അതോ ചായ കുടിച്ചിട്ടാണോ തുടങ്ങുന്നത്? ചായയൊക്കെ പിന്നെ. ആദ്യം നിന്റെ അഹങ്കാരം തീർത്തിട്ട് ബാക്കി കാര്യം പറയും. എന്താ ഉണ്ടാക്കേണ്ടത്? അത് ഞാൻ പറയാം. മോഹനയുടെ വാ. എന്താണ് കൊടയും ബാഗൊക്കെ? ഇതെന്റെ കയ്യിൽ എപ്പോഴും ഉണ്ടാകുന്നല്ലേ. പിന്നെന്താ? ഇതെന്തോന്ന് ഭ്രാന്താണ്? ബാഗും കൂടെ അവിടെ വെച്ചിട്ട് ഇങ്ങോട്ട് വാ. ആഹാ, അതവിടെ വെക്കുന്നു. ഓ ശരി, വാ പോവാ. ഇതെന്താണ്? ബാഗ് വെച്ചിട്ട് വാ മോനട്ടാ. ആ തുടങ്ങിയാലോ? തുടങ്ങാം. ചീനച്ചട്ടി അവിടെ. ചീനച്ചട്ടിയോ? അതിനെന്താ ഉണ്ടാക്കണമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അല്ല, എന്തുണ്ടാക്കണമെങ്കിലും ചീനച്ചട്ടി വേണമല്ലോ. അതെന്തിനാ? നീ കൂടുതൽ വർത്താനം പറയാതെ എന്താ ഉണ്ടാക്കണെന്ന് പറയ. വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി. എന്താ ചിരിക്കുന്നേ? ഈ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി ഉണ്ടാക്കാനാണ് പാട്. നിസ്സാര കാര്യല്ലേ? ആ, പറയുമ്പോ നിസ്സാര കാര്യാ, പക്ഷെ ഉണ്ടാക്കാൻ ഭയങ്കര പാടാ. ഒരു പാടുമില്ല. നീ ഇവിടെ മാറിക്ക്, ഞാൻ തുറക്കട്ടെ. ആ പിന്നെ ഒരു കാര്യം, നല്ല രുചിയുള്ള വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ഈ ജന്മത്തെ എന്നോട് തർക്കിക്കാൻ പറ്റരുത്. ഒരിക്കലുമില്ല. സത്യഭാമയും ഒരു വാക്ക് പറഞ്ഞ വാക്ക് തന്നെയാ. അപ്പുറത്ത് വരിക. മെഴുക്കുവരട്ടി റെഡിയാകുമ്പോ ഞാൻ വിളിച്ചോളാം. അതിനാണ് ഞാനിവിടെ നിന്ന് മോഹനയുടെ ചെയ്യുന്നൊക്കെ ഒന്ന് കാണണ്ടേ? അത് പറ്റില്ല. വേറൊരാള് നോക്കി നിൽക്കുമ്പോ പാചകം ചെയ്താൽ ശരിയാവില്ല. അത് മാത്രമല്ല, നീ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് എന്നെ തെറ്റിക്കുകയും ചെയ്യും. നീ അപ്പുറത്ത് പോ, ഞാൻ വിളിക്കാൻ വന്നാൽ മതി. ശരി, അങ്ങനെയെങ്കിൽ അങ്ങനെ ആവട്ടെ. ദാ സകല സാധനങ്ങൾ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഇതല്ലാതെ വേറെ എന്തെങ്കിലും വേണമെങ്കിൽ എന്നെ വിളിച്ചാ മതി. വേറൊന്നും വേണ്ട, ഇതൊക്കെ തന്നെ ധാരാളം. അപ്പൊ ശരി, ഞാൻ പോട്ടെ. ശരി. ഹലോ, ഉത്തമനല്ലേ? അതെ. ഞാൻ വിജയനാ, ഹോട്ടലിൽ നിന്ന്. എന്ത് വിജയാ? ഉത്തമൻ കൊണ്ടുപോയ പാഴ്സൽ നോക്കിയില്ലേ? ഇല്ല. എന്ത്? അത് ഒരു അബദ്ധം പറ്റി. ആ പാഴ്സൽ മാറിപ്പോയി. മാറിപ്പോയാ? ബാർബർ ഷോപ്പിലെ സുകുമാരൻ വാങ്ങിച്ച ബീഫാ പൊതിയില്. എന്റെ പൊന്നെ. സുകുമാരൻ ബീഫാന്ന് പറഞ്ഞ് വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി കൊണ്ടുപോയി. വീട്ടിൽ ചെന്ന് തുറന്നു നോക്കിയപ്പോഴാ സംഭവം അറിഞ്ഞത്. അവനിപ്പോ എന്നെ വിളിച്ചിരുന്നു. ഭഗവാനെ, അതൊരു ചതിയായി പോയല്ല. കുഴപ്പമില്ല, ഉത്തമന് വേണ്ടെങ്കിൽ അത് തിരികെ കൊണ്ടുവന്നാ മതി. വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി ഞാൻ വേറെ തരാം. ഇനി ഇപ്പൊ കിട്ടിയിട്ട് എന്തോന്ന് കാര്യം വിജയ? ഇതിപ്പോ പ്രശ്നമാവുമല്ലോ. ഈശ്വര, മോഹനയുടെ സാർ പാചകം തുടങ്ങിയോ എന്തോ? ഉത്തമനോ? ഇതെന്താ ഈ നേരത്തെ? ഈ സാറല്ലേ വക്കീലെ? ആ, സാറുണ്ട്. പക്ഷെ ഈ നേരത്തെ ഉത്തമൻ എന്താ ഇടപാട്? പിന്നെ അത് ഈ മനസ്സിലായി. വൈകുന്നേരം 6 മണിക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഒരു സംഭവം നേരിട്ട് കാണാന്ന് പറഞ്ഞാൽ പുറത്ത് വന്നായിരിക്കും അല്ലേ? മൊത്തം വന്ന് എന്തായാലും നന്നായി. ഒരു 15 മിനിറ്റ് കൂടി നിൽക്കേ. അല്ല വക്കീലെ, പിന്നെ എനിക്ക് സാറിന് അത്യാവശ്യമായിട്ടൊന്ന് കാണണം. ഒരു വലിയ പ്രശ്നം ഉണ്ടെന്ന് വിളിക്കുവോ? എന്ത് പ്രശ്നമുണ്ടെങ്കിലും 15 മിനിറ്റ് കഴിയാതെ മോഹനേട്ടനെ കാണാൻ പറ്റൂല. അയ്യോ വക്കീല, അങ്ങനെ പറയരുത്. ഈ സാറിന് അത്യാവശ്യമായിട്ട് നീ ഒന്ന് കാണണം, ഒന്ന് വിളിക്ക്. ജീവിതത്തിൽ ആദ്യമായി മോഹനേട്ടൻ അടുക്കള കയറി ഒരു കറി ഉണ്ടാക്കാൻ നോക്കുക. എന്ത് പ്രശ്നത്തിന്റെ പേരിലായാലും അത് മുടക്കാൻ ഞാൻ സമ്മതിക്കൂല.
വക്കീലെ എന്താണ്? ഞാൻ വക്കീലിന്റെ കാല് പിടിക്കാം. എനിക്ക് അത്യാവശ്യമായിട്ട് സാറിനൊന്ന് കണ്ടേ പറ്റൂ. പ്ലീസ് പ്ലീസ്. ഉത്തമൻ മലയാളം പറഞ്ഞ മനസ്സിലാവില്ലേ? അടുക്കള കയറി പാചകം തുടങ്ങിയപ്പോ എന്നെ പോലെ മോഹനേട്ടൻ അവിടുന്ന് പറഞ്ഞു വിട്ടു. അപ്പൊ പിന്നെ ഉത്തമനായിട്ട് ശല്യപ്പെടുന്നത് ശരിയാണോ ഉത്തമ? വേണ്ട, ഇതൊരു ശല്യമല്ല, ഒരു അത്യാവശ്യ കാര്യം പറയാനാണ്. ഒരു കാര്യം ചെയ്യാം, വക്കീല് സാറിന് ഇങ്ങോട്ട് വിളിക്കണ്ട, ഞാൻ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കുഴപ്പമില്ലല്ലോ. ഈ വീടിന്റെ പടി ചവിട്ടിട്ടുണ്ട് ഉത്തമന്റെ കാര്യം തല്ലി പിടിക്കും. ഒരു കാര്യം പറഞ്ഞ മനസ്സിലാവില്ലെന്നുണ്ടോ? സ്വന്തം ഭർത്താവിന്റെ കൈകൊണ്ടുണ്ടാക്കിയ ഒരു ഭക്ഷണം കഴിക്കാന്നുള്ളത് ലോകത്തുള്ള എല്ലാ ഭാര്യമാരുടെ മോഹം. എനിക്ക് ആദ്യമായിട്ട് അങ്ങനെ ഒരു അവസരം കിട്ടിയപ്പോ അതിന് പാര വെക്കാൻ തോന്നുന്നു. മോഹനേട്ടന്റെ കൈകൊണ്ടുണ്ടാക്കി ആ വെണ്ടയ്ക്കാൻ മെഴുക്കുവരട്ടി കഴിച്ചിട്ട് ഞാൻ എന്തിനു ഉള്ളു. മിക്കവാറും വക്കീല് വെണ്ടയ്ക്ക മെഴുക്ക് വരട്ടി കഴിക്കും. വക്കീല്, സാറിന് മെഴുക്ക് വരട്ടി ഉണ്ടാക്കാൻ അറിഞ്ഞൂടെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ വിജയന്റെ കടയിൽ നിന്ന് 40 രൂപ കൊടുത്ത് വെണ്ടയ്ക്ക മെഴുക്ക് വരട്ടി വാങ്ങിച്ച് സാറിന്റെ കയ്യിൽ കൊണ്ട് കൊടുത്തതാണ്. സാർ ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞുകൊണ്ട് വക്കീലിന് തരാതെ അടുക്കളയിൽ ഇരിപ്പുണ്ട്. പക്ഷേ എന്റെയോ സാറിന്റെയോ കഷ്ടകാലം എന്ന് അറിഞ്ഞൂടാ, ആ പൊതി മാറിപ്പോയി. സാറിന്റെ കയ്യിലുള്ള പൊതിയിൽ വെണ്ടയ്ക്ക മെഴുക്ക് വരട്ടി അല്ല, നല്ല 1-ാം തരം ബീഫാണ്. ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഓടി പിടിച്ച് ഇങ്ങോട്ട് വന്നത്. ഇനി എല്ലാ കാര്യങ്ങളും നിങ്ങൾ തമ്മിൽ ആയിക്കോ. ഞാൻ പറയാനുള്ളത് പറഞ്ഞിട്ടുണ്ടേ. ബീഫ് മോഹനേട്ടാ, മോഹനേട്ടാ, ഇതെന്തായി? നീ എന്തിനാ കൊടുത്തേ? നീ അപ്പുറത്തോ ഉണ്ടാക്കിയ ഭഗവാനെ, ബീഫ് ബീഫ് ഉണ്ടാക്കിയാ? അയ്യോ, മോഹനേട്ട ആള് കൊള്ളാലോ. വെണ്ടയ്ക്ക ഉണ്ട്, ബീഫ് കറി ഉണ്ടാക്കി. ഇതെങ്ങനെ സാധിച്ചു മോഹനേട്ടാ? മജിഷ്യൻ മുതുകാടന് പോലും സാധിക്കാത്ത അന്തം വിട്ട് മാജിക്കായി പോയത്. മോഹനേട്ട ഒരു പുലിക്കുട്ടി തന്നെയാ കേട്ടോ. ഇതെപ്പോഴാ ഇങ്ങനെയൊക്കെ ആയത്? വെണ്ടയ്ക്ക ബീഫ് ആയതെങ്ങനെയാന്ന് മനസ്സിലായില്ലല്ലേ? ആ, പക്ഷെ എനിക്ക് മനസ്സിലായി മോനട്ടാ. വിജയന്റെ കടയിൽ നിന്ന് ഉത്തമൻ പൊതി മാറി എടുത്തിട്ട് പോന്നതാ. ഉത്തമൻ വന്നിരുന്നു, എല്ലാം പറഞ്ഞിട്ടാ പോയത്. വില്ലേജ് ഓഫീസർ ആള് കൊള്ളാലോ. സ്വന്തം ഭാര്യയെ പറ്റിക്കാനായിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരാളെ എങ്ങനെ വിശ്വസിക്കാനാണ്? ഇതൊന്നും എന്റെ ബുദ്ധിയല്ല, എല്ലാം ഉത്തമം കാരണ. ഉത്തമം ഞാൻ വീണ്ടും വെച്ചിട്ടുണ്ട്. അതവിടെ നിൽക്കട്ടെ. ഇവിടുന്ന് വെണ്ടയ്ക്ക എവിടെ? അതല്ല, അതുകൊണ്ട് കളഞ്ഞു. എന്റെ ഈശ്വര, കാശ് കൊടുത്ത് മേടിച്ച സാധനം വെറുതെ കളഞ്ഞു. പൊട്ടുംപൊടി മാത്രം ഇട്ടിരുന്ന അതാണ് ഉത്തമം പറഞ്ഞത്, വേറെ വഴിയില്ലായിരുന്നു. ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ലല്ലോ, ഇനിയിപ്പോ എന്ത് പറയാന്? പിന്നെ ഈ പാചകം എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ളായിരുന്നല്ല. രുചിയായിട്ട് വല്ലതും ഉണ്ടാക്കണമെങ്കിൽ നല്ല സാമർഥ്യം വേണം. നിനക്കതൊക്കെ നന്നായിട്ട് അറിയാം. വെണ്ടയ്ക്കയിൽ നിന്നും ബീഫ് ഉണ്ടാക്കുന്ന, ആരെയും ഞെട്ടിക്കുന്ന പാചകം നടത്തിയ വില്ലേജ് ഓഫീസറെ പറ്റി ഇനി എന്താണ് പറയുക? ഒരു വലിയ യുദ്ധം ദയനീയമായി പരാജയപ്പെട്ട വില്ലേജ് ഓഫീസറോട് സഹതാപം പ്രകടിപ്പിച്ച് ഇന്നത്തേക്ക് വിടാം.